ഹലോ ഡിയർ ലോ ആസ്പിരൻസ്, ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 ഇഡിയംസിൻ്റെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇഡിയംസ് പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി വരുന്ന കുറച്ചും കൂടി ഇഡിയംസ് ആണ് നിങ്ങളുമായിട്ട് എനിക്ക് സംവദിക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റി ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റി ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇഡിയംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ഇഡിയം ഇസ് ഓൺ ദ സ്ക്രീൻ. കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ്. എന്താ ഈ കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റും ഡോഗും എങ്ങനെയാണ് അവർ പണ്ട് ഇപ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സ്നേഹവും ഇതൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഇഡിയമൊക്കെ കുറേ കാലം മുന്നേ ഫോം ചെയ്തിട്ടുള്ള ഇഡിയമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലും ലിറ്ററേച്ചറിൽ കുറേ കാലങ്ങൾക്ക് മുന്നേ വന്നൊരു ഇഡിയം ആയതുകൊണ്ടാണ് ഈ പണ്ടൊക്കെ ഈ പട്ടിയും പൂച്ചയും, ഇപ്പോൾ ടോം ആൻഡ് ജെറിയിലൊക്കെ തന്നെ നമുക്ക് നോക്കി അറിയാമല്ലോ, പട്ടിയും പൂച്ചയും തമ്മിൽ വലിയൊരു സ്നേഹമൊന്നും അവിടെ കാണിക്കാറില്ല. അപ്പോൾ കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ജീവിതം നയിക്കുക എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിത് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. സോ ദ കപ്പിൾസ് ആർ ലീഡിങ് എ കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്നും അടിയും എന്നും വഴക്കുമുള്ള ഒരു ജീവിതമാണ് ആ കപ്പിൾസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ലൈഫ് ഫുൾ ഓഫ് കോറൽസ് എന്നാണ് മുൻ വർഷങ്ങളിൽ ക്ലീയിലെ ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലൈക്ക് എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ്. കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ്. ഒരു പൂച്ചനെ നിങ്ങളൊരു ചൂട് ഇഷ്ടികയുടെ മുകളിൽ കൊണ്ടുവച്ചിട്ട് പോകും. നമ്മൾ ഈ പൂച്ച ഉണ്ടല്ലോ, പൂച്ച ഞെട്ടുന്നത് കണ്ടിട്ടുണ്ടോ? പൂച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പൂച്ച നെർവസ് ആവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ച ആദ്യം ചാടുക ചെയ്യുക, നിന്ന പൊസിഷനിൽ നിന്ന് ഒന്ന് ചാടുകയാണ് ചെയ്യുക. പൂച്ചയുടെ നെർവസ്നെസ് എപ്പോഴും അങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുക. സോ ലൈക്ക് എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ്. ഹോട്ട് ബ്രിക്സിൻ്റെ മുകളിൽ പൂച്ചയെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം ഒന്ന് ചാടും എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നെർവസ് ആവുക എന്നുള്ളതാണ്. പെട്ടെന്ന് നെർവസ് ആയി പോവും. അതിനെയാണ് നമ്മൾ ലൈക്ക് എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ്. ഇത് കഥ കേട്ടപ്പോൾ ഇങ്ങനെയുള്ളൊരു നെറേഷൻ അയാൾ കേട്ട സമയത്ത് പിന്നെ ഷി വാസ് ലൈക്ക് എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ്. അവരൊരു പൂച്ചയെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച പോലെയാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പെട്ടെന്ന് നെർവസ് ആയി എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റാണ്. സോ നെർവസ് ആണ് പലപ്പോഴും ഇതിൻ്റെ ഓപ്ഷൻസിൽ നമ്മൾ കാണാറുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇഡിയമാണ് ഗെറ്റ് ഡക്സ് ഇൻ എ റോ. നമ്മൾ ഈ ഡക്സ് ഉണ്ടല്ലോ, നിങ്ങൾ അതും എനിക്ക് ടോം ആൻഡ് ജെറി തന്നെയാണ് പറയാനുള്ളത്, പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഡക്സ് എങ്ങനെയാണ് പോവുക? ആദ്യം മുന്നിലൊരു ഡക്ക് ഉണ്ടാവും, തൊട്ട് ബാക്കിൽ 2 എണ്ണം, പിന്നെ 3 എണ്ണം, പിന്നെ 4 എണ്ണം, ഇങ്ങനെയാണ് പോവുക. അതായത് ഈ ഒരു ഷേപ്പിലാണ് ഡക്സ് പൊതുവേ പോവുക. ഏറ്റവും മുന്നിൽ ലീഡ് ചെയ്യുന്നൊരു ഡക്ക് ഉണ്ടാവും, പിന്നെ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ പോവും. അപ്പോൾ ഗെറ്റിംഗ് ഡക്സ് ഇൻ എ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും ഒരു ലൈനിലേക്ക് കൊണ്ടുവരിക എന്നാണ്. ഇവരെ എല്ലാവരെയും ലൈനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പം ഇഡിയമാറ്റിക്കായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗെറ്റിംഗ് തിങ്സ് വെൽ അറേഞ്ച്ഡ്. ഒരു മുറിയൊക്കെ ഭയങ്കര ഡിസോർഡർ ആയിട്ട് നിൽക്കുന്ന ഒരു മുറിയൊക്കെ യു വിൽ ഹാവ് ടു ഗെറ്റ് ഡക്സ് ഇൻ എ റോ ബിഫോർ ദറ്റ് പേഴ്സൺ കംസ്. അയാൾ വരുന്നതിന് മുന്നേ നിങ്ങളത് പ്രോപ്പർ ആക്കണം, നിങ്ങളത് അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഗെറ്റ് ഡക്സ് ഇൻ എ റോ. ഗെറ്റിംഗ് തിങ്സ് വെൽ ഓർഗനൈസ്ഡ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പൊതുവെ ഗെറ്റ് ഡക്സ് ഇൻ എ റോ എന്നുള്ളത് പറയാറുള്ളത്. അടുത്ത ഒരു ഇഡിയമാണ് തിങ്ക് ഓൺ യുവർ ഫീറ്റ്. കാലുകൊണ്ട് ചിന്തിക്കുക എന്നുള്ള അർത്ഥമല്ല അവിടെ വരുന്നത്. തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ടും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ പിന്നെ തലകൊണ്ട് മാത്രം, ഞാൻ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ തലകൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴും ആലോചിക്കുക. പക്ഷേ ചില സമയത്ത് അങ്ങനെ പറ്റില്ല, പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരും. അപ്പോൾ എന്താണോ തോന്നുന്നത് അത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കാലുകൊണ്ട് ആലോചിച്ചിട്ടാണെങ്കിലും തീരുമാനം എടുക്കുക. അപ്പം അഡ്ജസ്റ്റിംഗ് ക്വിക്ക്ലി ടു ചേഞ്ചസ്, മേക്കിംഗ് ക്വിക്ക് അബ്രപ്റ്റ് ഡിസിഷൻസ്, ഇതൊക്കെയാണ് പൊതുവേ തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്നുള്ള ഇഡിയത്തിൻ്റെ ഓപ്ഷൻസിൽ, ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ കാണാറുള്ളത്. കൂടുതലും കാണാറുള്ളത് മേക്കിംഗ് ക്വിക്ക് ഡിസിഷൻസ് എന്നുള്ളതാണ്. യു മസ്റ്റ് തിങ്ക് ഓൺ യുവർ ഫീറ്റ്. എ ലോയർ മസ്റ്റ് തിങ്ക് ഓൺ ഹിസ് ഫീറ്റ് ഫ്രം കോർട്ട് റൂംസ്. കോടതി മുറികളിൽ ലോയർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, പെട്ടെന്ന് ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. റൺ ഓവർ ദ കാർ ജസ്റ്റ് റാൻ ഓവർ ദ കിച്ചൺ എന്ന് പറഞ്ഞാൽ അർത്ഥം കാർ അതിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങിപ്പോയി. അപ്പോൾ റൺ ഓവർ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ഓവർ സംതിങ്, എന്തിൻ്റെയെങ്കിലും മുകളിലൂടെ കയറി ഇറങ്ങി പോവുകയാണെങ്കിൽ, വണ്ടി ഓടിച്ചിടിച്ച് പോവുകയാണെങ്കിലൊക്കെ റൺ ഓവർ എന്നുള്ള ഡ്രൈവ് ഓവർ സംതിങ് എന്നുള്ളതാണ് റൺ ഓവർ എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലൈവ് ആൻഡ് കിക്കിംഗ്. നമ്മൾ ഈ ഗൈനക്കോളജിസ്റ്റുമാരുടെയൊക്കെ അടുത്ത് പോയി ഈ ഗർഭസ്ഥാവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ റിപ്പോർട്ടുണ്ടാവും. ആ റിപ്പോർട്ടിൽ അവർ സ്റ്റാറ്റസ് ഓഫ് ദി ചൈൽഡ് എന്നുള്ളിടത്ത് അവർ പലപ്പോഴും കൊടുക്കുന്നത് അലൈവ് ആൻഡ് കിക്കിംഗ്. നമുക്കറിയാമല്ലോ, തൊട്ട് നോക്കൂല നമ്മൾ. ഗർഭിണികളായ സ്ത്രീയുടെ വയറ്റിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടി ഇങ്ങനെ ചവിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? കുട്ടി ഉള്ളിൽ ആക്റ്റീവാണ്, ഹെൽത്തിയാണ് എന്നുള്ളതാണ്. അപ്പം അലൈവ് ആൻഡ് കിക്കിംഗ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ കിഡ് ഇസ് ആക്റ്റീവ് ആൻഡ് ഹെൽത്തി. കിഡിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം.
അലൈവ് ആൻഡ് കിക്കിംഗ് എന്നുള്ള ഇഡിയത്തിൻ്റെ അകത്ത് അപ്പോൾ നമുക്ക് ഏത് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാം. ഭയങ്കര സുന്ദരനായിട്ടുള്ള മമ്മൂട്ടി നമുക്ക് എടുക്കാം, ഭയങ്കര സുന്ദരനാണല്ലോ, ഹീസ് അലൈവ് ആൻഡ് കിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹീസ് ജസ്റ്റ് ആക്റ്റീവ് ആൻഡ് ഹെൽത്തി, അങ്ങനെയും നമുക്ക് പറയാം. അപ്പം അലൈവ് ആൻഡ് കിക്കിംഗ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് വരുന്നത് ആക്റ്റീവ് ആൻഡ് ഹെൽത്തി എന്നുള്ളതാണ്. എ സ്റ്റോം ഇൻ എ ടീ കപ്പ്, മലയാളത്തിൽ പറയും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ചായക്കോപ്പയിൽ എന്തുണ്ടാവില്ല, കൊടുങ്കാറ്റുണ്ടാവില്ല. അപ്പോൾ ചെറിയ ഒരു കാര്യത്തിൽ ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എ സ്റ്റോം ഇൻ എ ടീ കപ്പ്. ചെറിയ കാര്യമാണ്, കുഞ്ഞു കാര്യമാണ്, പക്ഷേ അയാൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ചായക്കോപ്പ ചെറിയ കാര്യമാണ്, അതിനകത്ത് സ്റ്റോം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഒരു ചെറിയ സംഗതിയിൽ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നതിനെയാണ് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ ഞാൻ തരുന്ന മീനിങ് തന്നെ വന്നോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഇഡിയത്തിൻ്റെ എസെൻസാണ് പിടിക്കേണ്ടത്. ആ എസെൻസ് പിടിക്കുന്ന അത് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ട് ഓപ്ഷൻസിൽ നിന്നും അവരെന്ത് ചോദിക്കുന്നു അത് കണ്ടെത്താൻ പറ്റും. അത് നമ്മളെ മക്കളൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റുകളും മറ്റുമൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾ ആപ്പ് വഴിയുള്ള ടെസ്റ്റുകളും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ പറയാറുണ്ട് ഇഡിയത്തിൻ്റെ എസെൻസ് മനസ്സിലായി കഴിഞ്ഞാൽ ഇഡിയം കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും അങ്ങനെ തന്നെ പറഞ്ഞു തരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇഡിയമാണ് ഹ്യൂ ആൻഡ് ക്രൈ. ഹ്യൂ ആൻഡ് ക്രൈ അല്ലേ. ഇപ്പോൾ ദ ഹ്യൂ ആൻഡ് ക്രൈ ടു അറസ്റ്റ് ദ കൾപ്രിറ്റ് വാസ് സോ ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, ആ കൾപ്രിറ്റിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂവും ക്രൈയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറവിളികൾ ഭയങ്കര കൂടുതലായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഭയങ്കര കൂടുതലായിരുന്നു. ഹ്യൂ ആൻഡ് ക്രൈ ഒരു മോബ് മുഴുവനായിട്ട് ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ പൊതുവെ ഹ്യൂ ആൻഡ് ക്രൈ എന്നുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ടു ബേൺ വൺസ് ഫിംഗേഴ്സ്, ടു ബേൺസ് വൺസ് ഫിംഗേഴ്സ് എന്താ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്ന് മലയാളത്തിൽ പറയുമല്ലോ, അതിന് തുല്യമാണ്. ഒരു മണ്ടത്തരം, നിങ്ങളുടെ ഒരു മണ്ടത്തരം കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക. ലോസിങ് ഓൺ അക്കൗണ്ട് ഓഫ് യുവർ ഫോളിഷ് ബിഹേവിയർ, അതിനെയാണ് നമ്മൾ ടു ബേൺ വൺസ് ഫിംഗേഴ്സ്. ഞാൻ ഈ പറഞ്ഞത് ക്ലിയിൽ തന്നെ വന്ന ഓപ്ഷനാണ് കേട്ടോ. ലോസിങ് ഓൺ അക്കൗണ്ട് ഓഫ് യുവർ ഫോളിഷ് ബിഹേവിയർ, ടു ബേൺ വൺ ഫിംഗർ, സ്വന്തം വിരലെ തന്നെ പൊള്ളിക്കുക, സ്വന്തം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക. ടു ബേൺ വൺസ് ബ്രിഡ്ജസ് എന്ന് പറയുന്നൊരു ഇഡിയമുണ്ട്. നിങ്ങളൊരു പാലത്തിലൂടെ നടന്നു പോയിട്ട് ആ പാലം കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അപ്പം നിങ്ങളുടെ മണ്ടത്തരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പൊതുവെ ടു ബേൺ വൺസ് ഫിംഗർ എന്നുള്ള ഇഡിയം കൊണ്ട് കൺവേ ചെയ്യാറുള്ളത്. അറ്റ് സി പലപ്പോഴും കുട്ടികൾ എക്സാമൊക്കെ ആവുന്ന സമയത്ത് സാർ ഐ എം അറ്റ് സി എന്ന് പറയാറുണ്ട്. അറ്റ് സി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഏത് ഏരിയയിൽ നിന്ന് തുടങ്ങണം എന്നറിയില്ല, എവിടെ നിന്ന് പഠിക്കണം എന്നറിയില്ല, എന്തൊക്കെ വീഡിയോസ് കാണണം എന്നല്ല. ഇപ്പോൾ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റി കേസിലാണെങ്കിൽ ഞങ്ങളുടെ റെക്കോർഡഡ് വീഡിയോസൊക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾ കുറേ മുന്നേ മുതൽ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പഴയ വീഡിയോകൾ ഏതൊക്കെ കണ്ടു തുടങ്ങണം എന്നറിയില്ല. അപ്പോൾ ചിലപ്പോൾ വന്ന് ചോദിക്കും സാർ ഐ എം അറ്റ് സി, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എവിടെ മുതൽ നോക്കി തുടങ്ങണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരാൻ സാധ്യതയുള്ളത്, ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അറ്റ് സി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺഫ്യൂസ്ഡ് ആവുക എന്നുള്ളതാണ്. കടലിൽ പോയി കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളുടെ കടലിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, എങ്ങോട്ടാണ് കര എന്ന് നിങ്ങൾക്ക് അറിയില്ല, ഇവിടെയാണോ കര, ഈ സൈഡിലാണോ കര, അറിയില്ല. അപ്പോൾ യു ആർ അറ്റ് സി. അറ്റ് സി മീൻസ് കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു ഡിലമ സ്റ്റേറ്റിലൊക്കെ നിൽക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ അറ്റ് സി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് ഇഡിയം ബിഹൈൻഡ് വൺസ് ബാക്ക്. ബിഹൈൻഡ് വൺസ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടോക്കിംഗ് ബിഹൈൻഡ് വൺസ് ബാക്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇപ്പോൾ ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ട് പോയി, നല്ല ക്ലാസ് ആയിരുന്നു എന്ന് വിചാരിക്കും. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞാൽ നല്ല ക്ലാസ് ആയിരുന്നു, ക്ലാസ്സിലായി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് എന്തൊരു വൃത്തിയായിട്ട ക്ലാസ് ആയിരുന്നു എന്ന് നിങ്ങൾ എന്നെക്കൊണ്ട് പറയുകയാണെങ്കിൽ യു ആർ ടോക്കിംഗ് ബിഹൈൻഡ് മൈ ബാക്ക്. എൻ്റെ ബാക്കിൽ നിന്നിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഹേർഡ് ഇറ്റ് ഓൺ ദി ഗ്രേപ്പ് പോയിന്റ് എന്നുള്ളൊരു ഇഡിയമുണ്ട്. അതായത് ഞാനിത് ക്ലാസ്സിലെ ഗോസിപ്പ് പറച്ചിലിൻ്റെ ഇടയിൽ കേട്ടതാണ്. ഐ ഹേർഡ് ഇറ്റ് ഓൺ ദി ഗ്രേപ്പ് പോയിന്റ്. ഹേർഡ് ഇറ്റ് ഓൺ ദി ഗ്രേപ്പ് പോയിന്റും ബിഹൈൻഡ് വൺസ് ബാക്കും ഒക്കെ ഇത്തരത്തിൽ ഒരാളുടെ പരാതി പറയുമ്പോൾ, ഒരാളുടെ കുറ്റം പറയുമ്പോൾ, അത് അയാൾ അറിയാതെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഇഡിയംസ് ആയിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെയാണ് പൊതുവിൽ നമ്മൾ ക്ലീ പോലുള്ള പരീക്ഷകളിൽ നമ്മൾ കാണാറുള്ളത്. കൂടുതലായിട്ടുള്ള ഒരുപാട് ഇഡിയംസ് നമ്മൾ ക്ലാസ് റൂമുകളിലും മറ്റുമൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിക്ക് ഇഡിയംസിൻ്റെ ഏരിയ വരുമ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ, എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഗൂഗിളിൽ എടുത്തിട്ടുള്ള ഇഡിയം പഠിച്ച് പോവാതെ കൃത്യമായിട്ടൊരു കോച്ചിങ് എടുക്കുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഇഡിയമാണ് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ളത്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് പൊതുവേ ഇഡിയംസ് ചോദിക്കുന്നത്. അല്ലാതെ എല്ലാ ഇഡിയമും പഠിച്ചു പോകാനൊന്നും നമുക്ക് കഴിയില്ല. അവിടെയാണ് നിങ്ങൾക്കൊരു പ്രോപ്പർ കോച്ചിൻ്റെ സഹായം ആവശ്യമുള്ളത്, ഒരു ഗൈഡൻസ് ആവശ്യമുള്ളത്. ആ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതൊക്കെ പഠിച്ചിട്ട് പോകണം എന്നുള്ളൊരു ധാരണ എൻ്റെ മക്കൾക്ക് വരാൻ സാധ്യതയുണ്ട്. സോ ഇഡിയംസിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഇഡിയംസ് കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കോച്ചിങ്ങിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയവും ലോമിനൻസ് ജോബ് സെക്യൂറുമായിട്ട് ബന്ധപ്പെടാം. ഞങ്ങളുടെ ക്രാഷ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. അതിനായി താഴെ കാണുന്ന നമ്പറിലോ ഞങ്ങളുടെ വെബ്സൈറ്റിലോ മറ്റുമൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാനാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി മറ്റൊരവസരത്തിൽ കാണുന്നവരേക്കും താങ്ക് യു.